തുള്ളിയവരെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പാണക്കാട് കുടുംബമടക്കം മുസ്ലിം ലീഗ് ചില രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുന്നത്. ആ തന്ത്രത്തിൽ തട്ടി കലമുടയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റേതാണ്. കാറിൽ കൊണ്ടിറക്കി പൊന്നാട അണിയിച്ച് കേരളത്തിന്റെ രണ്ടാമത്തെ കുമാരനാശാനാക്കാനുള്ള മുഖ്യന്റെ ഒരു വലിയ പ്ലാൻ ഉണ്ടായിരുന്നു വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട്. എന്നാൽ അവിടെയാണ് സുപ്രീം കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടി വെള്ളാപ്പള്ളിക്ക് കിട്ടുന്നതും. ഈ വെള്ളാപ്പള്ളിയെ മുന്നിൽ വെച്ചുകൊണ്ടാണ് NSSുമായി കൈകോർക്കാൻ VN വാസവനെ പിണറായി പെരുന്നയിലേക്ക് വിട്ടത്. എന്നാൽ പിന്നീട് വാസവൻ പോലും ജയിലിന്റെ നിഴലിലായി മാറുകയായിരുന്നു. എന്തായാലും ഈ അടുത്ത കാലത്ത് വെള്ളാപ്പള്ളി ഹിറ്റായത് മലപ്പുറത്ത് തൊട്ടുകൊണ്ടാണ്. മലപ്പുറം ഒരു പ്രത്യേക ജില്ലയാണ് എന്ന തരത്തിൽ പച്ചയ്ക്ക് വർഗീയത വിളമ്പാൻ ഊണും ഉറക്കവുമില്ലാതെ വെള്ളാപ്പള്ളി പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. കിട്ടുന്ന മൈക്ക് പോയിന്റിനെല്ലാം അദ്ദേഹം അത് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പിന്നീട് ഞാൻ പറഞ്ഞത് മുസ്ലിങ്ങളെ അല്ല മുസ്ലിം ലീഗിനെയാണ് എന്ന തരത്തിലേക്ക് വെള്ളാപ്പള്ളി കാര്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് കളം ലീഗിനെതിരാക്കാൻ നോക്കി. അപ്പോഴൊക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരക്ഷരമിണ്ടാതെ വെള്ളാപ്പള്ളി പറയട്ടെ എന്ന മട്ടിൽ തല കുനിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 4 വെള്ളിക്കാശിന് ഒറ്റുകൊടുത്ത യൂദാസിനെ പോലെ മലപ്പുറത്ത് ഒറ്റുകൊടുക്കാൻ ഈ പിണറായി മൗനം പുൽകുകയാണ് ചെയ്തത്. അതുകൊണ്ടാണല്ലോ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പേര് നോക്കാൻ പോലും സജി ചെറിയാൻ പറഞ്ഞതും ആ ധൈര്യം കാണിച്ചതും. എന്നാൽ ഇന്നിപ്പോൾ പാണക്കാട് കുടുംബമടങ്ങുന്ന ലീഗ് തങ്ങളുടെ മതേതരത്വത്തെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുകയാണ്. അതിലൂടെ രാഷ്ട്രീയ എതിരാളികൾ കെട്ടിപ്പൊക്കിയ നുണക്കോട്ടുകൾ ഓരോന്നോരോന്നായി തകരുകയുമാണ്. മുസ്ലിം ലീഗ് എന്നാൽ ഒരു മലബാർ ലിമിറ്റഡ് പാർട്ടിയാണ് എന്ന വർഗീയതയുടെ കേന്ദ്രമാണ് എന്നും ചാപ്പ കുത്താൻ നടന്നവർക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രഹരമാണ് ഇപ്പോൾ ലീഗിലേക്ക് ഒഴുകിയെത്തുന്ന പുതിയ അംഗങ്ങൾ. പത്തനംതിട്ടയിൽ നിന്ന് CPIM മുൻ പഞ്ചായത്ത് പ്രസിഡന്റും പ്രധാന പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ പാണക്കാട്ടെത്തി ലീഗ് അംഗത്വം സ്വീകരിച്ചത് CPIMനും BJPയും തമ്മിലുള്ള ഡീൽ ആരോപണങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടാണ്. കൊല്ലത്തെ പ്രാദേശിക CPIM നേതാവ് സുജയും പാർട്ടിയുടെ ഇരട്ടത്താപ്പിൽ മനം മടുത്ത് ലീഗിൽ അഭയം തേടുന്നതും നമ്മൾ കണ്ടു. ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായത് പ്രശസ്ത സോപാന സംഗീതജ്ഞൻ ഞെരളത്ത് ഹരിഗോവിന്ദൻ മുസ്ലിം ലീഗിലേക്ക് കടന്നു വന്നപ്പോഴാണ്. ഒരിക്കൽ CPIM സഹയാത്രികനായിരുന്ന എന്നാൽ പിന്നീട് തന്റെ ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ വിവാദത്തിലായ ഹരിഗോവിന്ദൻ തന്റെ കഴിഞ്ഞകാല നിലപാടുകളിൽ പശ്ചാത്തപിച്ചാണ് ഇന്ന് മുസ്ലിം ലീഗിന്റെ ഭാഗമായി മാറുന്നത്. ലീഗിനെ വർഗീയമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ ഒരു കലാകാരന്റെ ഈ കടന്നുവരവ് വലിയൊരു രാഷ്ട്രീയ മറുപടിയാണ്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ പോലും കേരളത്തിൽ സാമുദായിക സൗഹൃദം കാത്തുസൂക്ഷിക്കാൻ നേതൃത്വം നൽകിയ ലീഗിന്റെ പാരമ്പര്യം ഇന്ന് പൊതുസമൂഹം വീണ്ടും തിരിച്ചറിയുന്നുണ്ട്. വെള്ളാപ്പള്ളിയെ പോലുള്ളവർ വർഗീയത ഉറഞ്ഞുതുള്ളുന്ന ഈ കാലത്ത് അതിനെല്ലാം തന്ത്രപരമായി പ്രതിരോധിച്ചുകൊണ്ടാണ് ലീഗ് ഈ രാഷ്ട്രീയ നീക്കത്തെ ഒരുക്കിയെടുക്കുന്നത്. ഇവിടെ മുസ്ലിം ലീഗിനെ ഒതുക്കാൻ നോക്കിയ സൈബർ പോരാളികൾ പ്രതിരോധത്തിലാണ്. കാരണം ലീഗ് മുന്നോട്ട് വെക്കുന്ന മതേതരത്വത്തിന്റെ ഈ പുതിയ മാതൃകൾക്ക് മുന്നിൽ അവരുടെ ആരോപണങ്ങൾ വെള്ളത്തിൽ വരച്ച വര പോലെ മാഞ്ഞു പോവുകയാണ്. യുവജന പ്രാതിനിധ്യത്തിലൂടെയും ജനപ്രതിനിധികൾക്കായി 6 മാസം കൂടുമ്പോൾ നടത്തുന്ന സോഷ്യൽ ഓഡിറ്റിംഗിലൂടെയും ലീഗ് സ്വീകാര്യത വർദ്ധിപ്പിക്കുമ്പോൾ തകർന്നു പോകുന്നത് പിണറായി വിജയൻ മെനഞ്ഞെടുത്ത അധികാര തന്ത്രങ്ങളാണ്. ചാപ്പകുത്താൻ വരുന്നവർക്ക് മുന്നിൽ തങ്ങളുടെ നിലപാടുകൾ കൊണ്ട് തീ തീർക്കുകയാണ് ഇന്ന് മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം.